ഉപ്പുമുളകിനോടുള്ള ഒരു സമീപനം പ്രേക്ഷകരെന്ന് പറയുമ്പോൾ ഇത് പ്രേക്ഷകരുടെ വീടാണ്. ആൾക്കാർ ഡെയിലി വന്നു പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അവരുടെ വീടായിട്ടാണ് കാണുന്നത്. അപ്പം ഇവിടുത്തെ പിണക്കങ്ങളും ഇണക്കങ്ങളും അവരെ ബാധിക്കുന്ന രീതിയിലാണ് സംസാരങ്ങളൊക്കെ. അപ്പം നേരിട്ട് ആളുകളിലേക്ക് എത്തുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, സത്യം പറഞ്ഞാൽ കാണുമ്പോഴുണ്ടല്ലോ പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് മറ്റു വിഷയങ്ങളൊന്നും അവർ ചോദിക്കാനും ചിലപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുത്തുകയൊക്കെ ചെയ്യും. ഞാൻ എന്താണ് ബാസിയണ്ണ, അവർ ബാസിയണ്ണ ശരി എന്തൊക്കെയുണ്ട് അങ്ങനെ ഇപ്പോഴും സമീപിക്കുന്നത് അങ്ങനെയാണെന്നുള്ള ഒരു വലിയ അത്ഭുതമാണ്. മറ്റു ഇതൊക്കെ മറന്നിട്ടേ ഹലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് ബാലുവിടെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില അമ്മമാരെന്നെ ചോദിക്കും ആരുടെ ഫോണ്, ബാലുവിനെ വിളിച്ചത് നടക്കണല്ലേ. ഇത് ആരെയാ പറയണത് എനിക്ക് കുറച്ചു നേരം മനസ്സിലാവൂല. ഇത് ഞാൻ ഇതിനകത്ത് അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ ബാസിയാണെന്ന് ഞാൻ ആലോചന നടക്കാറുണ്ട്. ബാസി സാധാരണ ഞാൻ ആലോചിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതേപോലെ തന്നെ ഒരിക്കൽ പോലും എനിക്കൊന്ന് മദ്യപിക്കില്ലാത്ത വ്യക്തിയാണ് ചേട്ടനെന്ന് തോന്നുന്നു. അതെ, ഞാൻ അങ്ങനെ ഈ ആൽക്കഹോളിക് അങ്ങനത്തെ പരിപാടികൾ പക്ഷെ ബാസി കഴിച്ചിട്ടില്ല, പക്ഷെ മദ്യപിക്കുന്ന ആളാണ്. പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാലുള്ള ഒരു ആക്ടിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അതെങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ കാണുകയല്ലേ ഓരോരുത്തരുടെ രീതിയും ഒക്കെ ഒരുപാട് വ്യത്യസ്തരാണ്. ചിലരൊക്കെ ഭയങ്കര കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ തോന്നണം ഭയങ്കര നിഷ്കളങ്ക തോന്നാറുണ്ട്. ഒരിക്കലും നമ്മൾ നിഷ്കളങ്കതയുടെ പേരിൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് പേര് കഴിക്കുന്നവർ ഒരുപാട് പേരുടെ ഇത് കുറേ നേരം ആലോചിക്കുമ്പോൾ തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ പലരും ഭയങ്കര ഇന്നസെന്റ് എന്നുള്ളതാണ്. മനസ്സിന്റെ വീക്ക്നെസ് കൊണ്ടായിരിക്കും ഇത് അഡിക്ഷൻ ആവണം. ഇപ്പം എല്ലാവരും പറഞ്ഞേക്കാറുണ്ട് മദ്യം അളവിനായ നല്ലതാണ്, അത് കൈവിട്ട് പോയാൽ ഇത്രയും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് അങ്ങനെ വിട്ടു പോയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് കാണുമ്പോൾ ഒരു പേടിയും വേദനയാണ്. പക്ഷെ അവരൊക്കെ സത്യത്തിൽ അതിന് മുന്നേ എനിക്കറിയാം വെറും സാധുക്കളാണ്. ഇതിൽ നിന്ന് കരയൊക്കെ ചെയ്യും. വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്ത് ഓരോ തോട്ട്സ് വരുമല്ലോ, ആരും ഇല്ലടിയാ, അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പലപ്പോഴും അയാൾ അങ്ങനെയൊക്കെ ഒരുപാട് ദിവസം ഞാൻ സുഹൃത്തുക്കളെ കരയേണ്ടി വന്നിട്ടുണ്ട് ഉള്ളുകൊണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ബാസിയണ്ണനെ കൂടാതെ തന്നെ ബാക്കിയുള്ളവരെല്ലാം സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലാണ്. ഇപ്പൊ ഞാൻ പാറുവിനെ കണ്ടപ്പോ പാറു ഇപ്പൊ വലിയ നടിയാണ് അല്ലേ? പാറുവിന്റെ വളർച്ച ഉപ്പുമുളക് സെറ്റിൽ വെച്ച് ആൾക്കാർ കണ്ടതാണ്. എങ്ങനെയാണ് പാറുവിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസിനെ കാണുന്നത്? അയ്യോ, ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ്. കാര്യം മുമ്പ് ഞാനിവിടെ വഴക്കാം 2-3 വർഷത്തിന് മുമ്പേ എന്നും ഇവള് പഠിക്കാതിരിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ചെന്ന് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വഴക്കൊക്കെയാണ്. പക്ഷെ അതിപ്പോ അവളുടെ വളർച്ച ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ കൂടെ ഇങ്ങനെ വളർന്നേ ഓരോ വിഷയങ്ങൾ അവൾ പറയുകയും ഇപ്പോഴാണെങ്കിൽ പിന്നെ ഭയങ്കര കുറച്ചുകൂടെ ഭയങ്കര അടുപ്പമാണ്. ഇപ്പോഴും കാര്യങ്ങൾ സംസാരവും അപ്പൊ നമ്മൾ കാണുകയാണല്ലോ. പിന്നെ കേശു വളർന്നത്, ശിവാനി വളർന്നത്, അത് രണ്ടും നമ്മുടെ ഭയങ്കര പിള്ളേരാണ് കേട്ടോ. കേശു ശിവാനി എല്ലാവരും ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് കുറച്ച് കുഞ്ഞല്ലേ അവർ. ഞാനന്ന് വരുമ്പം നമ്മുടെ തുടങ്ങുമ്പോഴത്തേക്ക് കേശു ശിവാനി ആണല്ലോ ഏറ്റവും കുഞ്ഞ്. അപ്പം അവരിങ്ങനെ വളർന്ന് വലിയ വലിയ കാര്യങ്ങളായി. ഇപ്പൊ തന്നെ വെറുതെ ആണെങ്കിൽ കേശുവിന്റെ പ്രണയം, കേശുവിന്റെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ കണ്ണമ്മാമ എന്നൊക്കെ വിളിക്കുന്ന പഴയ ഞാൻ ഇങ്ങനെ ആലോചിക്കും വലുതായില്ലേ. ശിവാനി മോളെ നോക്കുമ്പോഴത്തേക്ക് അവള് വലിയ വലിയ കാര്യങ്ങളാണ്. കാര്യം രണ്ടുപേരും പഠിത്ത കാര്യത്തിലും രണ്ടുപേരും ഇതിലും ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പിന്നെ ഒരു കാര്യം ഇതിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ പലപ്പോഴും പറയണം തോന്നിയിട്ടുണ്ട്, ഇത് എസ്പെഷ്യലി അതൊരു വെറുതെ ഒരു ഭംഗിയാക്കുന്നില്ല. ഈ ചാനൽ ഇത് ഈ പരിപാടിക്ക് വേണ്ടി അവർ ചെയ്തൊരു കാര്യം ഒരിക്കലും പെട്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. എന്ത് പ്രതിസന്ധികളോ തെറ്റുകുറ്റങ്ങളോ നമ്മളിൽ നിന്നുണ്ടായാൽ പോലും ഇതിനെ നിർത്താതെയും വീണ്ടും എസ്പെഷ്യലി ശ്രീകണ്ഠ സാറ്, ഇപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, പിന്നെ പഴയ ഉണ്ടായിരുന്നവര്, ഇപ്പോഴത്തെ സന്തോഷം ഇവരുടെ ടീം, പിന്നെ ഇതിന്റെ ഉടനീളം വന്നുപോയ ഉണ്ണിച്ചേട്ടൻ ഉൾപ്പെടെ ഉള്ള ഡയറക്ടേഴ്സ്, പഴയ ഉണ്ണിച്ചേട്ടൻ ഉള്ള ഡയറക്ടേഴ്സ് ഉൾപ്പെടെ തുടങ്ങി നമ്മുടെ അഫ്സൽ ഇതിൽ സബ്ബായിട്ട് എഴുതിയിട്ടുള്ള അഫ്സൽ, പിന്നെ ഇപ്പം നിൽക്കുന്ന നമ്മുടെ സുഖിൽ, അദ്ദേഹമൊക്കെ വളരെ സിൻസിയറായിട്ടാണ് സുഖിലൊക്കെ വർക്ക് ചെയ്യണത്. അത് ഭയങ്കര അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇപ്പോൾ ഒരു റിലാക്സ് ആണ്. സുഖിൽ ഇപ്പം കുറച്ചൊരു സീരിയസ്ലി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.